സംസ്ഥാനത്ത് പ്രതിദിന വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവ് 112.53 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലെ ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ ആവശ്യകതയിൽ മാറ്റമില്ല, നിയന്ത്രണം കടുപ്പിക്കേണ്ടി വരും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ KSEB. വി എ ഗിരീഷുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഏത് തരത്തിലുള്ള ഒരു നിയന്ത്രണം എന്നതാണ് KSEB ഇപ്പോൾ ആലോചിക്കുന്നത്? ഈ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണം അത് ഫലം കണ്ടു എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ടോ KSEBക്ക്, ഗിരീഷ്? ഉന്മേഷെ, പ്രാദേശിക തലത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ട് 2 ദിവസം പിന്നിടുമ്പോഴും വൈദ്യുതി ആവശ്യകത അത്ര മാറ്റമില്ലാതെ നിൽക്കുന്നു എന്നുള്ളതാണ് KSEBയുടെ വിലയിരുത്തൽ. പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ ഒരു നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം 114 ദശലക്ഷം യൂണിറ്റാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നലത്തെ ഉപയോഗം 112 ദശലക്ഷം യൂണിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും വൈദ്യുതി വിതരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായി നിൽക്കുന്ന പീക്ക് സമയത്തെ ആവശ്യകത, വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള ആവശ്യകതയിൽ മാറ്റമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് 5754 മെഗാവാട്ട് ആണ് ഇന്നലത്തെ ഏറ്റവും ഉയർന്ന ആവശ്യകത. ഇത് നമ്മുടെ ലൈനുകളുടെ ശേഷിയുടെ പരമാവധിയാണ്. അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണങ്ങൾ ഫലപ്രദമാകുന്നില്ല എന്നൊരു ആശങ്ക വൈദ്യുതി ബോർഡിനുണ്ട്. കൂടുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ടി വരും എന്ന വൈദ്യുതി ബോർഡ് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നാളെ തൊട്ട് മഴ ലഭിച്ചു തുടങ്ങും എന്നുള്ള ഒരു പ്രവചനത്തിലാണ് വൈദ്യുതി ബോർഡിൻ്റെ ഒരു പ്രതീക്ഷ. ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടായാൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കണം എന്നുള്ളത് തന്നെ ബോർഡ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് പ്രാദേശിക അടിസ്ഥാനത്തിൽ തന്നെയാകും. വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ രാത്രികാലങ്ങളിൽ പൂർണ്ണമായും ഷിഫ്റ്റ് ഒഴിവാക്കുക എന്ന നിലപാടിലേക്ക് ഒരുപക്ഷെ KSEB കടന്നേക്കാം. പവർ കട്ടിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് KSEB ഒരുപക്ഷെ പോയേക്കാം. ഏതായാലും നാളത്തെ ഒരു അവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും KSEBയുടെ തീരുമാനം ഉണ്ടാകുക. ഏതായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 15% വർധനവ് ഉപയോഗത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് KSEB വിലയിരുത്തുന്നത്. സാധാരണഗതിയിൽ 3 മുതൽ 5% വരെ വർധനവ് അടുത്ത വർഷം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ KSEBക്കുണ്ട്. ഇതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളാണ് സാധാരണ KSEB നടത്താറുള്ളത്. എന്നാൽ ഈ കണക്കൂട്ടലെല്ലാം പിഴച്ചുകൊണ്ടുള്ള ഒരു വൈദ്യുതി ഉപയോഗം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. 15% വർധന ഇപ്പോൾ ഉപയോഗത്തിൽ മുൻവർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് KSEBയുടെ ഒരു വിലയിരുത്തൽ. മാത്രമല്ല, രാത്രികാലങ്ങളിൽ 10 മണിക്ക് ശേഷം വാങ്ങുന്ന വൈദ്യുതിയുടെ വിലയാകട്ടെ വളരെ ഉയരുകയും ചെയ്തിരിക്കുന്നു. പെനാൽറ്റി ഉൾപ്പെടെ യൂണിറ്റിന് 20 രൂപ നൽകിയാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നത്. സ്വാഭാവികമായും അടുത്ത മാസങ്ങളിലൊക്കെ ഇത് കറണ്ട് ബില്ലിൽ ഇത് പ്രതിഫലിക്കുകയും ചെയ്യും. ഇന്ധന സർചാർജ് ഉൾപ്പെടെയായി ഇത് ജനങ്ങളുടെ മേൽ തന്നെ വന്നു വീഴുകയും ചെയ്യും. ഈ സാമ്പത്തിക ബാധ്യതയേക്കാൾ അപ്പുറത്തേക്ക് വൈദ്യുതി പ്രസരണ വിതരണ ശൃംഖലയിലെ ഒരു ശേഷിക്കുറവ് അല്ലെങ്കിൽ അതിൻ്റെ പരമാവധി എത്തുന്നു എന്നുള്ളതാണ് KSEB ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ഉന്മേഷ്, വി എ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.